നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും പാർട്ടിയെ വെട്ടിലാക്കുകയാണ് ആർ ശ്രീലേഖയുടെ പ്രവർത്തികൾ. തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചെടുത്തതടക്കം വലിയ രീതിയിലുള്ള ഒരു വിജയം തിരുവനന്തപുരത്ത് BJPക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. എന്നാൽ വിജയം ആഘോഷിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ചില പൊട്ടിത്തെറികളും എല്ലാം തന്നെ രൂപം കൊള്ളുകയാണ്. അതിന് പ്രധാന കാരണം ആർ ശ്രീലേഖ ഉയർത്തുന്ന അവരുടെ ചില കാര്യങ്ങളും അല്ലെങ്കിൽ അവർ നടത്തുന്ന ചില പ്രവർത്തികളുമാണ്. പാർട്ടിയെ തുടർച്ചയായി വിഷമത്തിലാക്കുന്ന ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖയുടെ നടപടികളിൽ BJP നേതൃത്വത്തിനും അതൃപ്തി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോർപ്പറേഷൻ സ്ഥിര സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ശ്രീലേഖയുടെ വോട്ട് അസാധുവായതാണ് ഇപ്പോൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമല്ലെന്ന് വിലയിരുത്തുമ്പോഴും കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. നഗരാസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ലിപ്പിൽ ഒപ്പിടാത്തതാണ് ശ്രീലേഖയുടെ വോട്ട് അസാധുവാകാൻ കാരണം. വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പാർട്ടി കൗൺസിലർമാർക്കായി ആദ്യം നടത്തിയ ക്ലാസിൽ ശ്രീലേഖ പങ്കെടുത്തിരുന്നില്ലെന്നും നേതാക്കൾ അറിയിച്ചു. ശ്രീലേഖയുടെ നടപടികളിലൊന്നും പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കൗൺസിലറായി ചുമതലയേറ്റ് ദിവസങ്ങൾക്കകം ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്ന് VK പ്രശാന്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ മുഴുവൻ വാടക കെട്ടിടങ്ങളുടെയും കണക്കെടുക്കുമെന്ന് മേയർ VV രാജേഷ് പ്രഖ്യാപിച്ചതല്ലാതെ തനിക്ക് പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടില്ലെന്നും ശ്രീലേഖയ്ക്ക് പരിഭവമുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാതെ രണ്ടാമതും ശ്രീലേഖ പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്ന വേളയിൽ ചെറിയൊരു കാര്യം മതി അത് പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ആർ ശ്രീലേഖ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിൽ അത് വിമർശനത്തിന് ഇടയാക്കുന്ന തരത്തിൽ പ്രതിപക്ഷം അത് ഉയർത്തിപ്പിടിക്കുന്നത്. മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാത്തതിലുള്ള അമർഷമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മേയറും ഡെപ്യൂട്ടി മേയർ GS ആശാനാഥും വീട്ടിലെത്തി ശ്രീലേഖയെ അനുനയിപ്പിച്ചിരുന്നു. മേയർ സ്ഥാന വാഗ്ദാനം നൽകിയാണ് തന്നെ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിപ്പിച്ചതെന്ന വെളിപ്പെടുത്തൽ പാർട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മേയർ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പാർട്ടിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഇപ്പോൾ അസാധുവായിരിക്കുന്നത്. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആഘോഷങ്ങളിൽ നിന്ന് ശ്രീലേഖ വിട്ടുനിന്നും പാർട്ടിയെ വെട്ടിലാക്കി. പിന്നീടാണ് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് തന്നെ മത്സരിപ്പിച്ചതെന്ന ശ്രീലേഖയുടെ വെളിപ്പെടുത്തലും പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാത്തതിലുള്ള അമർഷമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മേയറും ഡെപ്യൂട്ടി മേയർ GS ആശാനാഥും വീട്ടിലെത്തി ശ്രീലേഖയെ അനുനയിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് സ്ഥിര സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവായത്. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിപ്പിക്കണമെന്ന ശ്രീലേഖയുടെ ആവശ്യത്തിന് BJP കൗൺസിലർമാരിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നില്ല. ഇതിൽ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഉണ്ടെന്നാണ് സൂചന. അതേസമയം 8 സ്ഥിരം സമിതികളിൽ 3 സമിതികളിൽ മാത്രമാണ് ക്വാറം തികഞ്ഞത്. മാനദണ്ഡപ്രകാരമുള്ള അംഗങ്ങളുടെ എണ്ണം തികയാത്തതിനാൽ കോർപ്പറേഷനിലെ 5 സ്ഥിര സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാറ്റി. ധനകാര്യം, വികസനം, ആരോഗ്യം, മരാമത്ത്, വിദ്യാഭ്യാസ, കായിക സ്ഥിര സമിതികളുടെ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി നിർണയത്തിലും ആർ ശ്രീലേഖ പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞിരുന്നു. മേയർ സ്ഥാനം ലഭിക്കാത്ത ശ്രീലേഖയെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കാമെന്നായിരുന്നു നേതാക്കളുടെ വാഗ്ദാനം. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ താൽപര്യം അറിയിച്ചിരുന്നു. രണ്ടാമത്തെ വാഗ്ദാനവും ലഭിക്കില്ലെന്ന് വന്നതോടെയാണ് ശ്രീലേഖ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതെന്നായിരുന്ന സൂചനകളായിരുന്നു പുറത്തു വന്നത്. പാലക്കാടാണ് സുരേന്ദ്രനെ പാർട്ടി പരിഗണിക്കാനിരുന്നത്. വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ ഇത്തവണ മത്സര രംഗത്തേക്കേ ഇല്ലെന്നാണ് സുരേന്ദ്രനുമായി അടുപ്പമുള്ള
മറ്റുള്ളവർ പറയുന്നത്. നിരവധി തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് വോട്ടുയർത്തിയ നേതാവാണ് സുരേന്ദ്രൻ. വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെ വേണമെന്നാണ് നിലപാട്. എന്നാൽ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനായിരുന്നു നേതൃത്വത്തിന്റെ താല്പര്യം. പക്ഷേ പിന്നീടാണ് കാര്യങ്ങളെല്ലാം തന്നെ കുഴഞ്ഞു മറിഞ്ഞത്. സുരേന്ദ്രന്റെ വരവോടെയാണ് നേതൃത്വവും വെട്ടിലായത്. ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തത് ഔദ്യോഗിക പക്ഷമാണ്. അവസാന നിമിഷം രാജേഷിന് വേണ്ടി മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഒരു പിന്തുണ അവിടെ ഉണ്ടാവുകയായിരുന്നു. ആ ഒരു ഇടപെടലാണ് ശ്രീലേഖയെ തഴഞ്ഞതെന്ന സൂചനകളുമുണ്ട്. നെടുമങ്ങാട് അല്ലെങ്കിൽ ജില്ലയിലെ മറ്റൊരു മണ്ഡലത്തിൽ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരനും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഏറ്റവും പ്രമുഖരായിട്ടുള്ള BJPയിലെ പല നേതാക്കളും ഈ മണ്ഡലം ലക്ഷ്യം വെക്കുന്നത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിൽക്കണമെന്ന് തന്നെയാണ് BJP സ്ഥാനാർത്ഥികളുടെ എല്ലാം തന്നെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹവും. അതാണ് ഇപ്പോൾ ആർ ശ്രീലേഖയെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. ഈ പറയുന്ന 11-ാം തീയതി അമിത്ഷാ കേരളത്തിലെത്തും. അന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ വിജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ മറ്റു പാർട്ടികളെക്കാൾ മുൻപിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിക്കാനുള്ള നീക്കമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി അതിനുള്ള മുന്നൊരുക്കങ്ങളും എല്ലായിടത്തും BJP തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാം. അതിനിടയിലാണ് ചില ആളുകളുടെ ചില ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പാർട്ടി നേതൃത്വത്തെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന സാഹചര്യം നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഉള്ളത്. you